നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ വെന്യൂ അനൗൺസ്മെൻറ്റ്, ഷെഡ്യൂൾ അനൗൺസ്മെൻറ്റൊക്കെ എന്ന് വരും എന്നതിൽ ഏകദേശം ഒരു ധാരണ ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് ജേർണലിസ്റ്റുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ IPL നടക്കാൻ വേണ്ടി പരിഗണിക്കുന്ന സിറ്റികളിൽ നമ്മുടെ തിരുവനന്തപുരവും ഉൾപ്പെടുന്നു. അത് നമുക്ക് ഈ ഒരു പോസിബിൾ വെന്യൂസ് IPL കുഡ് ഹാപ്പൻ ഇൻ ദീസ് സിറ്റീസ് ദിസ് ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ടിരിക്കുന്ന സിറ്റികൾ നോക്കാം. ഒന്ന് ചെന്നൈ, ഡൽഹി, ലക്നൗ, മുംബൈയിൽ വാങ്കഡെ, ദെൻ കൊൽക്കത്ത, അഹമ്മദാബാദ്, ന്യൂ ചണ്ഡീഗഡ്, ഹൈദരാബാദ്, ധരംശാല, വിശാഖപട്ടണം, ഗോഹട്ടി, ജയ്പൂർ, ബംഗളൂരു, പൂനെ, റായ്പൂർ, റാഞ്ചി, നവി മുംബൈ, അത് ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ, ദെൻ തിരുവനന്തപുരം. ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അപ്പോൾ അതിൽ ബംഗളൂരുവിലെ കളിയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനം വരേണ്ടതുണ്ട്. അതുപോലെ ജയ്പൂരിൻ്റെ കാര്യത്തിലും. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസും RCBയും ജനുവരി 27 അവർ ബംഗളൂരുവിലും ജയ്പൂരിലും കളി നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ IPL ഗവേണിംഗ് ബോഡിക്ക് കൊടുക്കണം. BCCIയുടെ ഒഫീഷ്യൽ കൗൺസിൽ മീറ്റിംഗ് ആ ഒരു സമയത്തേക്ക് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. RCBക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ബംഗളൂരുവിലല്ല കളിയെങ്കിൽ 5 മത്സരങ്ങൾ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിലും 2 മത്സരങ്ങൾ റായ്പൂരിലും നടത്താവുന്നതാണ്. ഇനി IPL ഷെഡ്യൂൾ എന്ന് വരും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് തമിഴ്നാട്ടിലെയും അസാമിലെയും ബംഗാളിലെയും ഇലക്ഷൻ ഡേറ്റ് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അനൗൺസ് ചെയ്യുകയുള്ളൂ. കാരണം അതനുസരിച്ച് വേണം ഫിക്സർ അഡ്ജസ്റ്റ് ചെയ്യാൻ. RCB സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുള്ളത് കർണാടക ഗവൺമെൻറ് ലോയാണ്. അതായത് RCB അവർക്ക് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളി നടത്തണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കും. അതായത് ചിന്നസ്വാമി കളി നടക്കണം എന്ന തരത്തിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ അവരതല്ല ആഗ്രഹിക്കുന്നത്. BCCIയുടെ ഒരു സോഴ്സ് പറയുന്നത് കർണാടക ഗവൺമെൻറ് ആ ദുരന്തത്തിന് ശേഷം, നമുക്കറിയാമല്ലോ കഴിഞ്ഞ IPLൻ്റെ സെലിബ്രേഷൻ സമയത്തുണ്ടായ ദുരന്തം, അതിന് ശേഷം ഒരു ലോ പാസ്സാക്കിയിട്ടുണ്ട്. ആ ലോ അനുസരിച്ച് ഇനി അത്തരത്തിലുള്ള ഇവൻറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാച്ചോ ഇവൻറ്റോ എന്തെങ്കിലും കർണാടകയിൽ എവിടെ നടത്തിയാലും അതുമായി ബന്ധപ്പെട്ട് എന്ത് ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ, അത് ഈവൻ അതിൻ്റെ സറൗണ്ടിങ്സ് ഔട്ടർ റോഡിലടക്കം സംഭവിച്ചാൽ ഓർഗനൈസേഴ്സ് ആയിരിക്കും അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺസ് എന്ന് കർണാടക ഗവൺമെൻറ് പുതിയ ലോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RCB ഓണേഴ്സ് ആ ഒരു നിയമത്തെ ഭയക്കുന്നു എന്നാണ് ഇപ്പോൾ ദൈനിക് ജാഗരൺ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, RCBക്ക് ഇപ്പോൾ 5 മത്സരങ്ങൾ മുംബൈയിൽ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ കളി നടത്തണമെങ്കിൽ അവർക്ക് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് NOC ലഭിക്കണം. അത് IPLൻ്റെ റൂളാണ്. അതായത് ഒരു ഫ്രാഞ്ചൈസി മറ്റൊരു ഫ്രാഞ്ചൈസിയുടെ സിറ്റിയിൽ, ഹോം സിറ്റിയിൽ പോയിട്ട് കളി നടത്തണമെങ്കിൽ ആ ഫ്രാഞ്ചൈസിയിൽ നിന്ന് NOC വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നടക്കണം. സോ IPL ഷെഡ്യൂൾ ഡിലേ ആകും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ഒരു കൺഫർമേഷൻ വരണം. അതോടൊപ്പം തന്നെ ഇലക്ഷൻ ഡേറ്റ്സ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്നതും ഒരു വിഷയമാണ്. ഇതാണിപ്പോൾ IPL ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം തിരുവനന്തപുരം ഹോസ്റ്റ് സിറ്റിയായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്കുള്ളൊരു സന്തോഷ വാർത്ത. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.